അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ പാർട്ടിൻ്റെ ഒമ്പതാമത്തെ പാഠമാണ്. ഒമ്പതാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാഠം സഫീന. ഇവിടെ കാണുന്നതായ ചിത്രം നമ്മൾ കണ്ടിട്ടില്ലേ? ഇതെന്താണ്? വെള്ളത്തിൻ്റെ മുകളിൽ സഞ്ചരിക്കുന്ന ഈ ഒരു വാഹനം, ഇതിൻ്റെ പേരെന്താ? കപ്പൽ അല്ലേ? ആരെങ്കിലും ഇതിൽ കയറിയിട്ടുണ്ടോ? ചിലപ്പോൾ കയറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ബോട്ടുകളിലും കയറിയവർ ഉണ്ട്. ഓക്കെ, ഏതായാലും വെള്ളത്തിൻ്റെ മുകളിൽ സഞ്ചരിച്ചു പോകുന്ന ഒരു വാഹനമാണ് കപ്പൽ. പഴയ കാലങ്ങളിൽ മക്കത്തേക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത് കപ്പലിലൂടെയായിരുന്നു. അതേ സമയത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയതും കപ്പലിലായിരുന്നു. ഏതായാലും ഇരിക്കട്ടെ, ഇതുപോലത്തെ ഒരു കപ്പലിൽ നമ്മൾക്ക് സഞ്ചരിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് പോകാം. ഇവിടെ ഈ കപ്പലിലേക്ക് പറയുന്ന പേരാണെന്ത്? എന്താ അറബിയിൽ പറയാ? സഫീന. എന്ത് പറയും? സഫീന. ശരിയല്ലേ? സഫീന, സഫീന. നമ്മൾ ഇവിടെ പഠിക്കുന്നതായ വിഷയം ഫ എന്നുള്ള അക്ഷരത്തിലേക്ക് ഫത്ഹ് ചേർത്തിയാൽ, വാവ് കൊടുത്താൽ, യാവ് കൊടുത്താൽ എങ്ങനെയാണ് വായിക്കുക? ഓക്കെ, സഫീന. നമ്മൾക്ക് താഴെയുള്ള പദങ്ങൾ വായിച്ചു പോകാം. ഫാത്തിഹുൻ, ഫാത്തിഹുൻ. ഗഫൂറുൻ, ഗഫൂറുൻ. സഫീറുൻ, സഫീറുൻ. ഖഫീഫൻ, ഖഫീഫൻ. സുഫൂഫുൻ, സുഫൂഫുൻ. അഫീഫിൻ, അഫീഫിൻ. ഫാ, ഫൂ, ഫീ, ഫൻ, ഫുൻ, ഫിൻ. മനസ്സിലായില്ലേ? ഇവിടെ ചുവന്ന അക്ഷരം നോക്കൂ, ഫാ. ഇതോ ഫൂ. ഇതാണെങ്കിലോ ഫീ. ഇത് ഫൻ, ഫുൻ, ഫിൻ. ഫാ, ഫൂ, ഫീ, ഫൻ, ഫുൻ, ഫിൻ. ഒന്നുകൂടി വായിക്കൂ. സഫീന, ഫാത്തിഹുൻ, ഗഫൂറുൻ, സഫീറുൻ, ഖഫീഫൻ, സുഫൂഫുൻ, അഫീഫിൻ. ഫാ, ഫൂ, ഫീ, ഫൻ, ഫുൻ, ഫിൻ. നമ്മൾക്ക് അടുത്ത പേജ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നഖർ വായിക്കുക. റഫീഉൻ, അതിനെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. റഫീഉൻ, ഖഫാഉൻ, ഗഫൂറുൻ, റഊഫുൻ. ഓക്കെ അല്ലേ? ഇത് വായിക്കുക. നക്തുബുൽ അസ്മാ അൽ മുനാസിബത തഹത സുവരി. താഴെ കൊടുത്തിരിക്കുന്നതായ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളുടെ പേരുകൾ നിങ്ങൾ എഴുതണം. ഇതിനൊക്കെ എന്താ പേര് പറയാ? മറന്നുപോയോ? ഇവിടെ എഴുതണം. ഇതിൻ്റെ പേരെന്താ? ഇവിടെ എഴുതണം. ഇതിൻ്റെ പേരെന്താ? ഇവിടെ എഴുതണം. ഇതിൻ്റെ പേരെന്താണ്? ഇതേ പാഠത്തിൽ വന്നതാണ്. ഇവിടെ താഴെ എഴുതി കൊടുക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയില്ലേ?
ഗർസ, അലം, ഫനസ്, സഫീന. ഇവിടെ താഴെ 4 കോളത്തിലും എഴുതി കൊടുക്കണം. ഇതിൻ്റെ അവസാന ഭാഗമാണ് നഖറു മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് വായിക്കുക. അറഫാത്തിൻ തഫീഅ ഫഅഫു തഖ്ഫീഫുൻ ലഈഫൻ തഫീലു. ഓക്കെ അല്ലേ? ഇവിടെ എല്ലാ പദങ്ങളിലും ഏത് അക്ഷരം വന്നിട്ടുണ്ട്? ഫാ എന്നുള്ള അക്ഷരം വന്നിട്ടുണ്ട്. അത് ദീർഘിപ്പിച്ചിട്ടാണ് വന്നത്. ഫാ, ഇവിടെ ഫീ, ഇവിടെ ഫൂ, ഇത് ഫ എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ ഇവിടെ എന്തുണ്ട്? ഫീ, ഫുൻ അല്ലേ? അതേപോലെ ഫൻ, ഫീ, ഇങ്ങനെ ഒരുപാട് ഫാകൾ വന്നിട്ടുണ്ട്. ഫാ എന്നുള്ള അക്ഷരം എവിടെ വന്നാലും നമ്മൾ പരിചയമുള്ളവരാകണം. ഓക്കെ. അതുകൊണ്ട് നല്ല രീതിയിൽ അക്ഷരങ്ങൾ പഠിക്കുക, കൂടുതൽ വായിക്കുക. അല്ലാഹു തആല സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.